ചേർത്തലയിലെ ഐഷ തിരോധാനത്തിന് പിന്നിലും സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ എന്നുറപ്പിക്കുന്ന നിർണായക വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ഐഷയെ സെബാസ്റ്റ്യൻ വകവരുത്തിയത് 2 ലക്ഷം രൂപയ്ക്കും 1.5 പവൻ സ്വർണത്തിനും വേണ്ടിയാണ് എന്ന് അയൽവാസിയും ഐഷയുടെ സുഹൃത്തുമായ സ്ത്രീ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. 2012 മെയ് 13 പണം വാങ്ങാൻ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്താൻ സെബാസ്റ്റ്യൻ നിർദ്ദേശിച്ചത് അനുസരിച്ച് ഐഷ പോയി എന്നും പിന്നീട് മടങ്ങി വന്നിട്ടില്ല എന്നും സുഹൃത്ത് പറയുന്നു. ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ തന്നെ കാണാൻ വന്നുവെന്നും ഐഷയുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ വെളിപ്പെടുത്തുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ശരണ്യ സ്നേഹജൻ നൽകും. അതിനു മുമ്പ് ഐഷയുടെ സുഹൃത്ത് എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം. ഐഷ കേസിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിടുന്നത്. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഐഷയെ കാണാതാകുന്ന ദിവസം, അതായത് ഐഷ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അങ്ങനെ ഐഷയെ കാണാതാകുന്ന ദിവസം ആ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഐഷയുടെ അടുത്ത സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീയാണ് നമ്മളോട് ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഐഷയെ കാണാതാകുന്ന ഒരു ദിവസം അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഐഷ ഞങ്ങളവിടെ വീട്ടിൽ ചെല്ലുമായിരുന്നു. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ഐഷ ഇയാളും കൂടെ തമ്മിൽ വഴക്കുണ്ടായി. സെബാസ്റ്റ്യനുമായിട്ട് വഴക്കുണ്ടായി. എത്ര മണിക്കായിരുന്നു അത്? അതൊരു 3 ഉച്ചയായിട്ടുണ്ട്, 2-2:30-3 മണിയായിട്ടുണ്ട്. താടിക്കിട്ട് തട്ടി ഐഷയുടെ ഇവിടെ പല്ല് കോർത്ത് പൊട്ടി. ഐഷയുടെ മുഖത്ത് ഇയാൾ ഇങ്ങനെ അടിച്ചപ്പോൾ പല്ല് തമ്മിൽ കൂട്ടി അടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പൈസ ഇടപാടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എത്ര മണിക്കായിരുന്നു ഐഷയുടെ വീട്ടിൽ ഇത്? അതായത് ഐഷയെ കാണാതാകുന്നത് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച വെള്ളിയാഴ്ച വൈകിട്ടാണ്. 4 മണിയായിട്ടുണ്ട്. അവിടെ നിന്നപ്പോൾ ഇയാൾ കസേര പുറത്തിരിപ്പുണ്ട്. അങ്ങനെ അങ്ങോട്ട് വാക്ക് തർക്കം ഉണ്ടായാണ്. മുഖത്തിട്ട് ഇങ്ങനെ തട്ടി പല്ല് തമ്മിൽ കൂട്ടി കടിച്ച് പൊട്ടിയത്. ആ സമയത്ത് നിങ്ങൾ പുറത്തുണ്ടോ? ഞാൻ പുറത്ത് അവിടെ നിൽപ്പുണ്ട്. ഐഷയുടെ വീടിന്റെ അവിടെ ഉണ്ട്. വീടിന്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒച്ചവെട്ടനെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ചോര ഇങ്ങനെ ഒഴുകി പുള്ളി പെട്ടെന്ന് തലകറങ്ങണ പോലെ ആയിപ്പോയി പുള്ളിക്ക്. ഐഷയ്ക്ക് ഷുഗർ ഉള്ളത് കാരണം പിന്നെ ഞാൻ പിടിച്ചിരുത്തി വെള്ളമൊക്കെ കൊടുത്ത് ഇയാൾ പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്ത്. അങ്ങനെ പോവുകയും. സെബാസ്റ്റ്യൻ അന്ന് നിങ്ങളെ കണ്ടിരുന്നോ? എന്നെ കണ്ടായിരുന്നു, ഭക്ഷണം കണ്ടായിരുന്നു. ഈ വഴക്കുണ്ടായത് കണ്ടിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്? ഞാൻ മാത്രമേ കണ്ടിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം അവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധമായിരുന്നു. ഭാര്യഭർത്താക്കന്മാരായിട്ടുള്ള ജീവിതമൊക്കെ ആയിരുന്നു അവർ തമ്മിലുള്ള. ഒക്കെ നമ്മൾ അത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ ഈ റോസമ്മക്ക് അറിയാം. റോസമ്മയായിട്ട് കറാമത്ത റോസമ്മയാണ് ഇത് പരിചയപ്പെടുത്തി കൊടുത്തതും എന്നൊക്കെ കറാമത്ത പറഞ്ഞിട്ടുണ്ട്. സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണോ? കാരണം ആദ്യഘട്ടത്തിൽ ഐഷ റിട്ടയർമെന്റിന് ശേഷം ഇവിടെ വന്ന് താമസിക്കുന്ന സഹോദരന്റെ വീടിന്റെ മുകളിലാണ്. അതിനുശേഷം സഹോദരനുമായി പിണങ്ങിയാണ് ഒറ്റയ്ക്ക് പോകുന്നത്. ആ സമയത്ത് റോസമ്മയുടെ ഒരു ഇടപെടൽ ഈ സ്ഥലം വാങ്ങുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആ സ്ഥലം കൂടെ റോസമ്മയ്ക്ക് വേണമെന്നും പറഞ്ഞ് നിന്നതാണ്. അപ്പോഴാണ് പുള്ളി ഇതിന് അഡ്വാൻസ് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തത്. ഐഷ വാങ്ങിക്കുകയും ചെയ്തത്. സ്ഥലം വാങ്ങുന്നതിന് മുമ്പും റോസമ്മയും ഐഷ തമ്മിൽ ബന്ധമുണ്ട്, നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ കാണാതെ എന്ന് വന്നപ്പോൾ ഐഷ എനിക്ക് കാശ് തരാനുണ്ട്, മറ്റേതാണ് മറിച്ചതാണ്, പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെന്നൊക്കെ മക്കടുത്ത് വന്ന് പറയുകയും ചെയ്തു. ഈ റോസമ്മയും ഐഷയും സെബാസ്റ്റ്യനും തമ്മിലായിരുന്നു ആദ്യ സൗഹൃദം ഉണ്ടായിരുന്നത് അല്ലെ? അതിനുശേഷമാണ് ഈ റോസമ്മ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഭൂമിയാണ് ഐഷ വാങ്ങിയത്. അതിൽ സെബാസ്റ്റ്യന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ സെബാസ്റ്റ്യൻ കയറാമട വീട്ടിൽ വരിക എടുക്കുകയും ഐഷയുടെ വീട്ടിൽ വരികയും ഇടക്കിടക്കൊക്കെ വരിക എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കൈറാമെന്നല്ലേ വിളിക്കുന്നത്? ഞങ്ങൾ കൈറാമെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചിലപ്പോൾ കാണും, ചില ദിവസമൊക്കെ അവിടെ ഇരിക്കണ കാണാം. അപ്പൊ നമ്മളിങ്ങോട്ട് പോരും, കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോരും. പിന്നെ അത് സ്ഥിരമായി അവിടെ കാണുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഈ കാശ് ഞാനൊരു ദിവസം എന്തിനോ അവിടെ ചെന്നപ്പോഴാണ് ഈ കാശ് 2 ലക്ഷം രൂപ പൊതിഞ്ഞ് ഒരു മാലയും ഉണ്ടായിരുന്നു, 1.5 പവന്റെ ഒരു മാല ഉണ്ടായിരുന്നു കടുത്ത്. അതും കൊടുത്ത് സെബാസ്റ്റ്യന് കൊടുത്ത്. ആ പോക്ക് പോയിട്ട് പിന്നെ ഈ കാശിന്റെ വഴക്കുണ്ടായതാണ്. അതുവരെ ഇവർ തമ്മിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെയുള്ള ബന്ധങ്ങളും എല്ലാം ഉണ്ട്, നല്ല സ്നേഹത്തിലായിരുന്നു. ഈ സ്ഥലം അടുക്കാറായപ്പോഴാണ് ഇവർ തമ്മിൽ ഉടക്കിയത്. അതായത് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ വഴക്ക് തുടങ്ങുന്നത് അല്ലേ? തുടങ്ങി ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അങ്ങോട്ട് പിറ്റേ ദിവസം തരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഒരു സന്ധ്യ 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അയൽക്കൂട്ടം കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് കയറാമത്ത പോണത്.
ഐഷ പോകുന്നത് ഐഷ പൈസ വാങ്ങാൻ പോയതാണ്. പൈസ വാങ്ങി തരാന്ന് പറഞ്ഞെന്ന് അപ്പൊ എവിടെ പോണെന്ന് സെബാസ്റ്റ്യൻ അതായത് വെള്ളിയാഴ്ച സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നു പൈസ ശനിയാഴ്ച തരാന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച പൈസയ്ക്ക് പോയതാണ് ആള്. അതിനുശേഷം ആരും കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷ നിങ്ങളുടെ നല്ല സുഹൃത്തും കൂടിയായിരുന്നു അല്ലെ? സെബാസ്റ്റ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് വിവാഹം കഴിക്കാനായി അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സെബാസ്റ്റ്യൻ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. കരാമത്ത കയ്യില് ഒരു താല്പര്യം ഇല്ലായിരുന്നു. മക്കളൊക്കെ സമ്മതിക്കല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാലും ഇവർ തമ്മിൽ നല്ല അടുത്ത ബന്ധമായിരുന്നു. എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ. അതായത് ഐഷയെ കാണാതായതിനു ശേഷം താങ്കളെ ഭീഷണിപ്പെടുത്തി അല്ലേ? എന്താ പറഞ്ഞത്? എന്നാ പറഞ്ഞ ഈ സംഭവം അവിടെ വരിക എടുക്കുക, ആര് ചോദിച്ചാലും പറയരുത്, അല്ലെങ്കിൽ അതായത് സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണോ? ബന്ധം ഞാൻ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയല്ലേ, അപ്പൊ അയാൾക്ക് ഇതല്ലേ, അപ്പൊ അതിനെ പറ്റിയൊന്നും പറയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയല്ല, അല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടാക്കി കളയുമെന്നൊക്കെ പറഞ്ഞു. മകനെ ഇല്ലാണ്ടാക്കും, തന്നെ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ജോലി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞു. എവിടെ തൂപ്പ് ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തൂപ്പ് ജോലിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇയാളെ പേടിയായിരുന്നു? എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഈ കയറാമാത്താനെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഭയമായിരുന്നു ഇയാളെ എനിക്ക് പേടിയായിരുന്നു. റോസമ്മയ്ക്ക് അറിയാമായിരിക്കും അല്ലേ? റോസമ്മയ്ക്ക് എല്ലാ സംഭവങ്ങളും അറിയാം. റോസമ്മ ഒളിച്ചു വെച്ചിട്ടാണ്. റോസമ്മയ്ക്ക് ഒരു വൈരാഗ്യം ഐഷയോട് ഉണ്ടായിരുന്നു. കാരണം ആദ്യം സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിലായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്. പിന്നീട് അതിനിടയ്ക്ക് വന്നൊരാളായി ഐഷ മാറിയിരുന്നു അല്ലേ? മാറിയത് ഇപ്പൊ ഒന്നുകൂടെ പുള്ളിക്ക് അരിച്ചായിരുന്നു. ഇത് പുള്ളിയും കയ്യിൽ നിന്നുണ്ടായി പുള്ളിനെ മാറ്റിക്കളഞ്ഞത്. റോസമ്മയുടെ വീട്ടിൽ വരുന്നതിന്റെ ഇടയ്ക്ക് ആ വരുന്നതിനേക്കാൾ കൂടുതൽ ഐഷയിലേക്ക് സെബാസ്റ്റ്യൻ കേന്ദ്രീകരിച്ചു തുടങ്ങിയായിരുന്നു. ഐഷ റോസമ്മയുടെ വീട്ടിൽ അതിലെ വരികയല്ല, ഇപ്പുറത്തെ വഴി കൂടെ വരുവുള്ളൂ. വേറെ വഴിയുണ്ട്? നിങ്ങൾ റോസമ്മയുടെ വീട് വഴി അല്ലാതെ വരാൻ വഴിയുണ്ട്? നമ്മുടെ പൂത്തോട്ട ഇങ്ങനെ വരല്ല, അമ്പലത്തിന്റെ ഇടവഴി കൂടെ വരാം. അങ്ങനെയാണ് സെബാസ്റ്റ്യൻ വന്നത്? അങ്ങനെയാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പോ ഇയാള് ഒരു വാഹനത്തിലാണ് വന്നത്? എങ്ങനെയാ വന്നത്? ബൈക്കിലും വരും, കാറിലും. കാർ വരുമ്പോ അമ്പലത്തിന്റെ അവിടെ കാർ ഇടും. അവിടെ എല്ലാവർക്കും അറിയാം സെബാസ്റ്റ്യൻ അവിടെ വന്നത്. ആരാണ് എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ വിട്ട് പലരും വരുമല്ലോ, ഇപ്പൊ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ അല്ലേ. അങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാവർക്കും അറിയാം, കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ആരും പറയാഞ്ഞിട്ടാണ്. ഈ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അതിനുശേഷം അതായത് ഈ ഐഷയെ കാണാതായതിനു ശേഷവും പിന്നീട് സെബാസ്റ്റ്യൻ ആ സ്ഥലത്ത് വന്നിരുന്നല്ലോ, റോസമ്മയുടെ വീട്ടിലൊക്കെ സജീവമായിരുന്നല്ലോ. അപ്പോഴും അവരുടെ ഒരു പ്രതികരണവും രീതിയൊക്കെ എങ്ങനെയായിരുന്നു? അവരൊന്നുമില്ല, അയാൾ നല്ല കൂസായിട്ട് നടക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത, ഒന്നും അറിയാത്ത കൂട്ടി നടക്കുകയായിരുന്നു. കയറാമാത്താനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു റോസമ്മക്കും ഇല്ലായിരുന്നു, ഇയാൾക്കും ഇല്ല, ഒരു വിഷമവും ഇല്ലായിരുന്നു. ഇയാൾ അതിനുശേഷം ഈ റോസമ്മ പറഞ്ഞത് റോസമ്മ ഐഷ തിരോധാനത്തിൽ ഭയങ്കര വിഷമം ഉണ്ടെന്നാണ് റോസമ്മ പറഞ്ഞത്. ആ റോസമ്മ ആ വീട്ടിൽ നിന്ന് ഐഷ കാണാതിന് ശേഷം സാധനങ്ങൾ ഉൾപ്പെടെ എടുത്തോണ്ട് പോയി. ഒരു അണ്ടാവ് എടുത്തോണ്ട് പോയായിരുന്നു. എന്ത് പറഞ്ഞ് എടുത്തോണ്ട് പോയത്? കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ റോസമ്മ ഒരു കനിവും ആ കുടുംബത്തോട് കാണിച്ചിട്ടില്ല? ഒരു കനവും കാണിച്ചിട്ടില്ല. ഈ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നല്ലോ, അത് ഐഷയെ കാണാതെ എത്ര ദിവസത്തിന് ശേഷമാണ്? ഐഷയെ കാണാതെ പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇയാളെ ഞങ്ങൾ ഇവിടുന്ന് മാറി, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറാന്ന് ഓർത്ത്. അപ്പം ഞാൻ ഇതുപോലെ ആ റോഡ് സൈഡിൽ നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പം ഇയാളൊരു വണ്ടിക്കകത്ത് വന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, എന്നെ അവിടെ വണ്ടി നിർത്തി എന്നുവെച്ചാൽ പറഞ്ഞു, ഞാൻ കയറാം ഐഷേൻ്റെ വീട്ടിൽ വന്നത് ആരോടും ഞാൻ അവിടെ വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ടെന്നും കണ്ടിട്ടുണ്ടെന്നും ആരോടും പറയരുത്, പറഞ്ഞാൽ അത് ദോഷം ചെയ്യും കേട്ടാന്ന് പറഞ്ഞു. അത് ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാനൊരു ദിവസം കടയിൽ പോവുകയായിരുന്നു. കടയിൽ പോയി ഇടവഴി കൂടെ സാധനം മേടിച്ചിട്ടുണ്ട്. അയാൾ വണ്ടി ഓടിച്ചിട്ടുണ്ട് എൻ്റെ നേരെ വന്നിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല ഐഷയുടെ എന്നെ പറ്റി ആരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയാമല്ല, ഞാൻ വേണമെങ്കിൽ തട്ടിക്കളയും, തന്നെയും കളയും, തൻ്റെ മകനെയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാതെ ആളങ്ങോട്ട് മാറി, അങ്ങോട്ട് ഒരു റൗഡിയുടെ ഇതായിരുന്നു, വട്ടായിരുന്നു. ഞാൻ പേടിച്ച് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. ആ ഇടവഴി നമ്മുടെ ആ വക്കച്ചൻ്റെ, അപ്പം അതിലെ വരികയാണെങ്കിൽ ആരും അത് സഹകരണം ഇല്ലാത്തില്ല, വഴിയില്ലല്ലോ. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഓടിപ്പോകുന്നു ഇങ്ങോട്ട്. പിന്നെ എനിക്ക് പേടിയായിരുന്നു ഇയാളെ. കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഐഷയെ കാണാതാകുന്ന ആ ദിവസം സംഭവിച്ചത് എന്താണ്? സെബാസ്റ്റ്യൻ തലേ ദിവസം ഐഷയെ മർദ്ദിച്ചിരുന്നു, മുഖത്ത് അടിയേറ്റ് രക്തം വന്നു എന്നുള്ളതാണ് അയൽവാസിയും സുഹൃത്തുമായിരുന്ന സ്ത്രീ വ്യക്തമാക്കുന്നത്. മാത്രമല്ല സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് അപ്പുറമുള്ള അത്രയും അടുത്ത ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപയും 1.5 പവന്റെ മാലയുമാണ് ഐഷയുടെ കയ്യിൽ നിന്നും സെബാസ്റ്റ്യൻ കൈക്കലാക്കിയത്. അത് തിരിച്ചു ചോദിച്ചതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. ശനിയാഴ്ച പണം നൽകാമെന്ന് പറഞ്ഞതിൻ്റെ
അടിസ്ഥാനത്തിലാണ് വൈകിട്ട് 5:30 പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് ഐഷ പോയത് എന്നുള്ളതാണ്. തുടർന്ന് സെബാസ്റ്റ്യൻ ഐഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ന്യൂസ് 18 ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേള.